പഹൽഗാം ഭീകരാക്രമണത്തിൽ യുഎന്നിൽ പാകിസ്ഥാനെതിരെ കടുത്ത വിമർശനവുമായി ഇന്ത്യ. പാകിസ്ഥാൻ മര്യാദകെട്ട രാജ്യമെന്നും കുറ്റസമ്മതത്തിൽ അതിശയമില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. അതേസമയം പാകിസ്ഥാന് ആയുധം നൽകിയെന്ന ആരോപണം നിഷേധിച്ച് തുർക്കി രംഗത്തെത്തി. തുർക്കി വിമാനം ഇസ്ലാമാബാദിൽ ഇറങ്ങിയത് ഇന്ധനം നിറയ്ക്കാനെന്നാണ് തുർക്കിയുടെ വിശദീകരണം. വിവരങ്ങളുമായി VS രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, UN അത്രത്തോളം അപലപിക്കുന്നുണ്ട് ഭീകരവാദത്തിനെതിരെ. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യ എന്തായാലും ആഞ്ഞടിക്കുക തന്നെയാണ് ചെയ്തത് പാകിസ്ഥാനെതിരെ. അത് ഭീകരവാദത്തിനെതിരെ എന്ന തരത്തിലാണ് ഇന്ത്യ ആഞ്ഞടിക്കുന്നത്. എന്തൊക്കെയാണ് UN-ൽ സംഭവിച്ചത്? UN ഈ ഘട്ടത്തിൽ അപലപിച്ചത് എങ്ങനെയാണ്? മറ്റൊന്ന്, പാകിസ്ഥാനെ ഏതൊക്കെ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് നിർണായകമാണല്ലോ. അതിൽ തുർക്കി എന്താണ് വിശദീകരിക്കുന്നത്? റോഷ്നി, അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം ഇപ്പോഴും ചർച്ചയാണ്. പ്രത്യേകിച്ച് UN-ലും പാകിസ്ഥാനെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം, ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം, ഇതെല്ലാം അന്താരാഷ്ട്ര സമൂഹം സാഗൂതം വീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ UN-ൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. പാകിസ്ഥാനെ മര്യാദകെട്ട രാജ്യം, അതായത് തത്വദീക്ഷയില്ലാത്ത രാജ്യം എന്നാണ്, റോക്ക് സ്റ്റേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന മര്യാദകെട്ട രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ത്യയിലെ UN-ലെ സ്ഥിരം പ്രതിനിധി UN-ൽ പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ UN-ന്റെ ഒരു പൊതു പിന്തുണ നമുക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UN-ലെ രക്ഷാസമിതിയിലെ 15 അംഗരാഷ്ട്രങ്ങളിൽ ചൈനയാണ് പരസ്യമായി ഇപ്പോൾ പാകിസ്ഥാന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. മറ്റ് രാഷ്ട്രങ്ങൾക്കെല്ലാം ഇതിലൊരു ന്യൂട്രൽ സ്റ്റാൻഡാണ്. അമേരിക്ക ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ സ്വാഭാവികമായും ഇന്ത്യക്കൊപ്പമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താൽക്കാലിക അംഗങ്ങളായിട്ടുള്ള 10 അംഗരാഷ്ട്രങ്ങളുണ്ട്. അവരുടെയൊക്കെ പിന്തുണ ഇന്ത്യ തേടുകയും ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദിയും നേരിട്ട് ഇത്തരം രാഷ്ട്രങ്ങളുമായി സംവദിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പാകിസ്ഥാന് പിന്തുണ കൊടുത്ത് രംഗത്തെത്തിയ രാഷ്ട്രമായിരുന്നു തുർക്കി. തുർക്കിയുടെ ചില വിമാനങ്ങൾ കറാച്ചിയിലും ഇസ്ലാമാബാദിലുമൊക്കെ ഇന്നലെ എത്തുകയും പാകിസ്ഥാൻ ആയുധങ്ങൾ കൈമാറുകയും ചെയ്തു എന്നുള്ള വിവരമുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ തുർക്കിയുടെ പ്രസിഡന്റ് അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുകയും അദ്ദേഹം പറയുന്നത് ഇന്നലെ ഇസ്ലാമാബാദിൽ എത്തിയ വിമാനങ്ങളൊന്നും തന്നെ ആയുധങ്ങൾ കൈമാറാൻ വേണ്ടി എത്തിയതായിരുന്നില്ല, അവിടെ ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി എത്തിയതാണ്. ഇത്തരത്തിൽ ആയുധങ്ങൾ കൈമാറി യുദ്ധത്തിന് കൊപ്പുകൂട്ടാൻ ഞങ്ങളില്ല, യുദ്ധം ഗുണം ചെയ്യില്ല ലോകത്തിന് എന്നൊരു നിലപാട് തുർക്കി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും പാകിസ്ഥാന് വലിയ പിന്തുണയൊന്നും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കിട്ടുന്നില്ല എന്നുള്ളതും അവരെ കൂടി വിരൽ പിടിപ്പിക്കുന്ന ഭീതിപ്പെടുത്തുന്ന കാര്യമാണ്. ഇറാനും ചൈനയും ഒടിച്ചു നിർത്തിയാൽ തുർക്കി പോലും പരസ്യമായ ഇത്തരത്തിൽ യുദ്ധത്തിന് പിന്തുണ കൊടുക്കാൻ തയ്യാറല്ല. നേരത്തെയൊക്കെ അഫ്ഗാനിസ്ഥാൻ വളരെ പരസ്യമായ പിന്തുണ പാകിസ്ഥാന് കൊടുത്തിരുന്നു. ഇപ്പോൾ പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പോലും പാകിസ്ഥാന് പിന്തുണ കൊടുക്കുന്നില്ല. ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന നീക്കത്തെയും പഹൽഗാം ഭീകരാക്രമണത്തെയും താലിബാൻ പോലും അപലപിക്കുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, അഫ്ഗാനിസ്ഥാൻ വളരെ നിർണായകമായ ഒരു കേന്ദ്രമാണ്. ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ അഫ്ഗാനിസ്ഥാനെ ഒരു സ്ട്രാറ്റജി പോയിന്റ് ആയിട്ട് അവർ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ ഉപയോഗിക്കാൻ ഇത്തവണ സാധിക്കില്ല എന്നുള്ളതാണ് അഫ്ഗാന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഏതായാലും UN രക്ഷാസമിതിയിൽ പാകിസ്ഥാനെതിരെ കിട്ടിയ അവസരത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട്. VS രഞ്ജിത്ത്, നമുക്ക് ഇപ്പൊ ഇന്ത്യ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് തെളിവുകൾ അടക്കം നിരത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളുടെ ഒരു ശ്രദ്ധ, ഒരു പിന്തുണ കൈപ്പറ്റാനുള്ള ഒരു വലിയ ശ്രമം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം വിജയകരമാണ്? എത്ര ലോകരാജ്യങ്ങളെ ഇന്ത്യ ഇപ്പോൾ ഈ ഒരു സ്ഥിതി ബോധ്യപ്പെടുത്താനായി ശ്രമിച്ചിട്ടുണ്ട്? അതിന് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്? റോഷി, തീർച്ചയായിട്ടും ഈ ആക്രമണം ഒരു പട്ടാളങ്ങൾ തമ്മിൽ, മിലിറ്ററി ഫോഴ്സുകൾ തമ്മിൽ നടന്ന ആക്രമണമല്ല. ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കപ്പുറത്തേക്ക് കടന്നു വരികയും അതിന്റെ സിവിലിയൻസിനെതിരെ, വിനോദസഞ്ചാരികൾക്കെതിരെ, അവിടുത്തെ പൌരന്മാർക്കെതിരെ, സാധാരണ പൌരന്മാർക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണമാണ്. അതിനെ ഒരു രാജ്യവും അംഗീകരിക്കില്ല. പാകിസ്ഥാൻ പോലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം പാകിസ്ഥാനാണ് അതിന് പിന്നിലുള്ളതെന്ന്. പക്ഷെ പരസ്യമായി പാകിസ്ഥാൻ അതിനെ നിഷേധിക്കാനുള്ള കാര്യം അത് അങ്ങേയറ്റം ക്രൂരമായ നിലപാടാണ്. ഒരു രാജ്യത്തെ പട്ടാളക്കാരോട് ഏറ്റുമുട്ടുന്നതല്ല, അവിടുത്തെ സിവിലിയൻസിനെ ആക്രമിക്കുകയും വെടിവെച്ച് കൊല്ലുകയും നിരായുധരായ മനുഷ്യർക്ക് നേരെ നിറയൊഴിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്രൂരമാണ്. എല്ലാ ലോകരാജ്യങ്ങളും അതിനെ അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കൊപ്പം എന്ന് പറയുന്നത് പരമ്പരാഗതമായി ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഇന്ത്യക്കൊപ്പം തന്നെയാണ്. അമേരിക്ക ഇന്ത്യക്കൊപ്പമാണ്, ഇസ്രായേൽ ഇന്ത്യക്കൊപ്പമാണ്, ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഇന്ത്യക്കൊപ്പമാണ്. UN രക്ഷാസമിതിയിലെ 15 അംഗങ്ങളിൽ 5 സ്ഥിരാംഗങ്ങളിൽ ചൈന മാത്രമാണ് പാകിസ്ഥാന് പിന്തുണയായി വന്നിട്ടുള്ളത്. പാകിസ്ഥാന് പിന്തുണ എന്ന് പറയുന്നത് യുദ്ധത്തിൽ കൊടുക്കുന്ന ഒരു പിന്തുണ എന്ന അർത്ഥത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അവർ
പറയുന്നത് പാകിസ്ഥാന്റെ ഒരു ആവശ്യം ന്യായമാണ്. പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ത്യ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. അതൊരു തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കുറ്റപ്പെടുത്തലല്ല, ഒരു ന്യൂട്രലായ അന്വേഷണം, ഒരു നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നു. ആ ആവശ്യത്തെ മാത്രമാണ് ചൈന പിന്തുണച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണയ്ക്കാറുള്ള രാഷ്ട്രമാണ് സൗദി അറേബ്യ. നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ യാത്ര പൂർത്തിയാക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ആക്രമണം ഉണ്ടാവുന്നത്. അതുകൊണ്ട് സൗദി അറേബ്യ പോലും ഇത്തവണ പാകിസ്ഥാന് പിന്തുണ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്ത്യക്കെതിരെ ഒരു നിലപാടും ഇതിനെ ഉണ്ടായിട്ടില്ല. അറബ് രാഷ്ട്രങ്ങളൊക്കെ പരമ്പരാഗതമായി ചിലപ്പോഴൊക്കെ പാകിസ്ഥാൻ അനുകൂലമായി നിന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ പോലും പാകിസ്ഥാൻ അനുകൂലമായി നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഈ ഭീകരാക്രമണത്തെ അപലപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് മുഴുവൻ, ചൈന ഒഴികെ, ചൈന സ്വാഭാവികമായിട്ടും ശത്രുവിന്റെ ശത്രുമിത്രമെന്ന മട്ടിലുള്ള പെരുമാറ്റമാണ് വളരെ കാലമായി സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് പാകിസ്ഥാനുമായി ഒരു ചങ്ങാത്തത്തിലുണ്ടാവുന്നത്. മറ്റ് ലോകരാഷ്ട്രങ്ങളൊക്കെ, ഇന്ത്യയുടെ അയൽ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുമായി ഈ വളരെ സൗഹൃദത്തിലാണ്. ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അവരെല്ലാം കലവറയില്ലാത്ത പിന്തുണ ഇന്ത്യക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ പറയുന്ന യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് എല്ലാ രാജ്യങ്ങളും പറയുന്നുണ്ട്. യുദ്ധം ഒരു ശാശ്വതമായ പരിഹാരമല്ല. അതുകൊണ്ട് പരമാവധി സംയമനം പാലിക്കണം എന്നാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ മേധാവിയായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെ അത്തരത്തിൽ പരമാവധി സംയമനം പാലിക്കണമെന്ന് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, വി എസ് രഞ്ജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.